CP ജോൺ, സർക്കാരിൻ്റെ പ്രഖ്യാപനം വളരെ ജനപ്രിയമാണ് എന്ന് മാത്രമല്ല ഒരുപാട് കോൺസ്റ്റിറ്റ്യുവൻസികളെ ബാധിക്കുന്ന അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ്. തെരഞ്ഞെടുപ്പ് കാലമാണ്. അപ്പോൾ സർക്കാർ ഇതിനവിടുന്ന് ഫണ്ട് കണ്ടെത്തുമെന്ന ചോദ്യമായിരിക്കും സ്വാഭാവികമായി പ്രതിപക്ഷം ഉന്നയിക്കുക. കാരണം ഫണ്ടില്ലാത്തതുകൊണ്ട് PM ശ്രീ ഒപ്പിടാൻ പോയ ഒരു സർക്കാരാണിത്. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, കേന്ദ്രത്തിന് ഞെരുക്കലുണ്ട് എന്നൊക്കെ വാദിക്കുന്ന ഒരു സർക്കാർ കൂടിയാണ്. അപ്പോൾ ഈ ഫണ്ട് കണ്ടെത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസം ധനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഉണ്ട് എങ്കിൽ ആ ആത്മവിശ്വാസത്തിന്റെ സ്രോതസ് എന്തായിരിക്കും? ഒന്നാമതായിട്ട് ഇത്തരത്തിൽ ജനങ്ങൾക്ക് വലിയ പ്രഖ്യാപനങ്ങൾ, ആശാപ്രവർത്തകർക്ക് ഒരു വർഷത്തില് വളമായിട്ട് സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് 1000 രൂപ, അംഗൻവാടിക്കാർക്ക് വർധനവ്, ഇതിനൊക്കെ ഞാൻ സ്വാഗതം ചെയ്യാം. കാരണം ഒരു ഗവൺമെന്റ് ഒരു നല്ല കാര്യമായിട്ടുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മോശമാണെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഒന്നാമതായി ഈ പ്രഖ്യാപനങ്ങളെയൊക്കെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതിന്റെ പുറകിൽ ഇങ്ങനെയുള്ള ശക്തമായ സമരങ്ങളുടെയൊക്കെ സമ്മർദ്ദമുണ്ടായിരുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇവിടെ പ്രശ്നം, ഇന്നലെ ഒരു പത്രസമ്മേളനത്തിൽ മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറയാൻ പാടില്ല എന്നൊന്നുമില്ലെങ്കിലും സാധാരണ നിലയിൽ നിയമസഭയിലാണ് അത് അവതരിപ്പിക്കുക. ഇനിയിപ്പോ നിയമസഭ കൂടുന്നുണ്ട്. അപ്പൊ നിയമസഭയിൽ വരുന്ന സമയത്ത് ഇതിന്റെ ഫിനാൻഷ്യൽ മെമ്മോറാണ്ടം എന്താണ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തത നമുക്ക് ലഭിക്കുമെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും ഇതിനകം ഫിനാൻഷ്യൽ മെമ്മോറാണ്ടം ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്തിട്ടില്ല. പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പേജിൽ അത് ഉണ്ട് എന്നറിയുന്നു. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ മെമ്മോറാണ്ടം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പറയണം, എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും 33 ലക്ഷം സ്ത്രീകൾക്ക് 1000 രൂപ കൊടുക്കും എന്ന പ്രഖ്യാപനം, അതേപോലെ തന്നെ ഈ 2000 രൂപയായിട്ട് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്ന അതിന്റെ ചെലവ്, ഇതിൽ ഏറ്റവും ലളിതമായി ചെയ്യാൻ വരുന്ന കാര്യം 27,000 വരുന്ന ആശാ വർക്കർമാർക്ക് 1000 രൂപ കൊടുക്കലാണ്. ഈ 1000 രൂപ പഞ്ചായത്തുകൾക്ക് തന്നെ കൊടുക്കാമെന്ന് UDF പറഞ്ഞപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ ഗവൺമെന്റാണ്, സമ്മതിക്കാതിരുന്ന ഗവൺമെന്റാണ്. അപ്പൊ അത്തരത്തിലുള്ള ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ്, അതിന്റെ മെമ്മോറാണ്ടം എന്താണ് എന്ന് ഇന്ന് നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. പക്ഷേ ഗവൺമെന്റിന്റെ അവസ്ഥ എന്താണ്? ഗവൺമെന്റിന്റെ അവസ്ഥ ഇപ്പൊ 30 രൂപയായിട്ട് നെല്ലിന്റെ സംഭരണ വില വർദ്ധിപ്പിക്കുമ്പോൾ 28 രൂപ എന്നുള്ള വില 6 മാസമായിട്ട് കൊടുത്തിട്ടില്ല. ആകെ കൂടെ കൊടുത്തിട്ടുള്ളത് പാഡി റെസിപ്റ്റ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു വെള്ള കടലാസ് മാത്രമാണ്. അപ്പൊ 6 മാസം മുമ്പുള്ള അല്ലെങ്കിൽ തൊട്ട് മുമ്പുള്ള കൊയ്ത്തിന്റെ പൈസ പോലെ ഈ കൊയ്ത്ത് വന്നിട്ടും കൊടുക്കാതിരിക്കുക. 2 കൊയ്ത്താണല്ലോ കേരളത്തിൽ വരെ ഒരു വർഷത്തില്. കൊടുക്കാതിരിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇവിടെ ഉള്ളത്. അതേപോലെ തന്നെ 17 മാസമായിട്ട് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ 3 ലക്ഷത്തോളം വരുന്ന പെൻഷൻകാർക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല. ക്ഷേമ പെൻഷനുകളും കുടിശ്ശിക കിടക്കുകയാണ്. ഇത് മാത്രമല്ല, പഞ്ചായത്ത് രാജിന് കൊടുക്കേണ്ടത് ഏതാണ്ട് 7,500 കോടിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കൊടുക്കേണ്ടത്. 30,000 കോടി പ്ലാനിന്റെ 4/1. ഇപ്പൊ അത് 32,000 കോടിയായപ്പോ 8,000 കോടിയായിട്ടുണ്ട്. അപ്പൊ പഞ്ചായത്തുകൾക്ക് 1,200, ലോക്കൽ ഗവൺമെന്റുകൾക്ക്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് അടക്കം എല്ലാവർക്കും കൊടുക്കേണ്ട തുകയെക്കാളും വലിയ തുകയാണ് ഓരോ സ്കീമിലും പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ പഞ്ചായത്തുകൾക്ക് 4ാം ഗഡു കൊടുത്തില്ല. അന്ന് ആ 4ാം ഗഡുവും കൂടെ ഇത്തവണ കൊടുത്തിരുന്നെങ്കിൽ അത് ലോക്കൽ ഗവൺമെന്റുകളോടുള്ള കമ്മിറ്റ്മെന്റ് ആണ്, അതൊരു സിസ്റ്റത്തിൽ കൊടുക്കേണ്ട പൈസയാണ്. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ഫിനാൻഷ്യൽ ഔട്ട്ഫ്ലോ അല്ലെങ്കിൽ അതിന്റെ നമ്മളെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ചാനലുണ്ടല്ലോ, താഴത്തേക്ക് വരുന്ന ചാനലില്, ആ ചാനലിൽ കൂടെ നെൽകർഷകർക്ക്, പഞ്ചായത്തുകൾക്ക്, പെൻഷൻകാർക്ക് ഇതൊക്കെ കൊടുക്കേണ്ട എല്ലാ ഒറ്റ നിമിഷം